കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കഴിഞ്ഞു, കളഭാലങ്കാരം കഴിഞ്ഞു, നട തുറന്നു കേട്ടോ. ഇന്നിപ്പോൾ ഉദയാസ്തമന പൂജയൊക്കെ ഉണ്ടായിരുന്നു, അതിൻ്റെ തിരക്കുകളുണ്ടായിരുന്നു. എന്നാലും വളരെ മനോഹരമായിട്ടുള്ള ദിവസമായിരുന്നു. നമുക്കെന്തായാലും ആ ഗുരുവായൂരപ്പൻ്റെ ചതുർബാഹുവായ വിഗ്രഹത്തിൽ ഏത് രൂപത്തിലാണ് ഭഗവാൻ ഭക്തരെ കാണാനായിട്ട് നിൽക്കുന്നത് നോക്കാൻ വേണ്ടി നമുക്കും പോവാം. അങ്ങനെ ആ ഗുരുവായൂരപ്പൻ്റെ ആ ഭഗവത് ദർശനം നമുക്കും ലഭിക്കുമല്ലോ. അപ്പോൾ നമുക്കങ്ങനെ നേരെ പോയിട്ട് കിഴക്കേ നടയിലുള്ള മഞ്ജുളാലിനെ ഒന്ന് പ്രദർശനം ചെയ്യാം. അത് കഴിഞ്ഞ് അങ്ങനെ വന്ന് മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൻ്റെ പുറകു വശത്തു കൂടെയുള്ള വഴിയിലൂടെ പോയാൽ അത്തിമര ഗണപതിയെ കാണാം. അത്തിമര ഗണപതിയെ കണ്ട് വളരെ മനോഹരമായ സമയമാണ്. കാരണം എല്ലാ ഭാഗത്തുനിന്നും നോക്കി കാണാൻ പറ്റുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ അങ്ങനെ കണ്ട് നമുക്ക് അവിടുന്ന് തൊഴുത് അങ്ങനെ സർവ്വവിഘ്നങ്ങളും മാറ്റിത്തരാനായിട്ട് പ്രാർത്ഥിച്ച് നമുക്കങ്ങനെ പോരാം. അത് കഴിഞ്ഞ് ആ ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് ഇങ്ങനെ പോരാം. അങ്ങനെ അകത്തേക്ക് വരുമ്പോൾ നേരെ നമ്മൾ കാണുന്നത് ആ കൊടിമരം കാണുന്നു, ആ വലിയ ബലിക്കല്ല് കാണുന്നു. അങ്ങനെ മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ രണ്ട് ഗജരാജൻ കേശവൻ്റെ രണ്ട് കൊമ്പുകൾ കാണാം. അതിന് നടുക്കായിട്ട് ആ ഒരു മഹാലക്ഷ്മി ദേവീനെയൊക്കെ കണ്ട് നമുക്ക് അവിടെ തൊഴുത് നമ്മളിങ്ങനെ വരിക. അങ്ങനെ വന്ന് ഭഗവാന്റെ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോഴേക്കും അതിൻ്റെ മുൻപ് മേൽപ്പത്തൂരിനെ ഒന്ന് സ്മരിക്കാം. ഇടതുവശത്തേക്ക് നോക്കിയാൽ അവിടെ ആ പീഠം കാണാം, വിളക്കും കത്തി നിൽക്കുന്ന കാണാം. വലതുവശത്തുള്ള ആദ്യത്തെ ആ ഒരു തൂണ് നോക്കിയിട്ട് നരസിംഹാവതാരം കാണിച്ചു കൊടുത്ത തൂണ് നോക്കി തൊഴുത് നമ്മൾ ഭഗവാന്റെ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ എന്താ വളരെ മനോഹരമായിട്ടുള്ള ദൃശ്യം. കാരണം എന്താ വെച്ചാൽ സ്വർണ്ണ വിളക്കിൻ്റെയും വെള്ളി വിളക്കിൻ്റെയും വെളിച്ചത്തിലിങ്ങനെ പ്രഭ ഇങ്ങനെ വളരെ ദീപപ്രഭ ഇങ്ങനെ പൊന്തി നിൽക്കുകയാണ്. അപ്പോൾ ഭഗവാന്റെ മുകളിലുള്ള ആ അടയാഭരണങ്ങളുടെയും ഒക്കെ പാടെ ഇങ്ങനെ പ്രതിഫലിക്കുകയാണ് അങ്ങനെ കാഴ്ച. അപ്പോൾ വളരെ മനോഹരമായിട്ടുള്ള കാഴ്ച. അങ്ങനെ നമ്മൾ നോക്കി വരുമ്പോൾ കാൽപാദങ്ങൾ ഇങ്ങനെ കാണാണ്ട് കാൽത്തളകൾ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ ഞൊറിഞ്ഞെടുത്ത് പട്ടുകോണൊക്കെ എടുത്തിട്ടുണ്ട്. ഞൊറിഞ്ഞെടുത്തിട്ട് അരമണി കിങ്ങിണിയൊക്കെ ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട്. അരമണി ഇങ്ങനെ താഴത്തേക്ക് ഇങ്ങനെ ഇതായി കിടക്കുന്നുണ്ട്. അതേപോലെ ആ കിങ്ങിണി ഇങ്ങനെ നൂല് പോലെ നീഞ്ഞ് കിടക്കുന്നുണ്ട്. പിന്നെ മുകളിൽ ഇങ്ങനെ നോക്കുമ്പോൾ ഒരു മാങ്ങാമാല, ഒരു വളയം പോലത്തെ മാല, ഒരു മുല്ലമൊട്ട് മാല പോലത്തെ മാലയും അങ്ങനെ 2-3 മാലകളുണ്ട്. പിന്നെ കൈവളകൾ കാണാണ്ട്, തോൾവളകൾ കാണാണ്ട്. അങ്ങനെ നോക്കി വരുമ്പോൾ ഒരു കയ്യിൽ വലത്തെ കയ്യിൽ വെണ്ണ ഉരുള ഇങ്ങനെ കഴിക്കുന്നതായിട്ടാണ് കേട്ടോ. കുറച്ച് വായിലും ഉണ്ട് എന്നുള്ള പോലെയാണ്. അതേപോലെ ഇടത്തെ കൈ ഇങ്ങനെ അരയിൽ കുത്തിയിട്ട് അതിൻ്റെ അടുത്ത് തന്നെ ഓടക്കുഴൽ ഇങ്ങനെ പിടിച്ചിട്ട് ഓടക്കുഴൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അങ്ങനെയാണ് നിൽക്കുന്നത്. ഇടത്തെ കൈയിൻ്റെ അവിടെ ഓടക്കുഴലും അതേപോലെ വലത്തെ കൈയിൻ്റെ അവിടെ വെണ്ണ ഉരുളി. അങ്ങനെയുള്ള കാഴ്ചയാണ്. വളരെ മനോഹരമായിട്ടുള്ള കാഴ്ച. അങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ നോക്കി വരുമ്പോൾ വേലി തിരുമുടിയൊക്കെ കെട്ടി കിരീടമൊക്കെ വെച്ചിട്ടുണ്ട്. അതിൽ ചെവിപ്പൂക്കൾ കാണാണ്ട്. അങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ നോക്കി വരുമ്പോൾ 2-3 തിരുമുടിമാലുണ്ട്. ആ കിരീടത്തിൻ്റെ മുകളിൽ തിരുമുടിമാലകൾ ചാർത്തിയിട്ടുണ്ട്. 3 ഉണ്ട്. വെളുത്ത പൂ കൊണ്ടൊന്നും, അതേപോലെ തെച്ചി തുളസിയായിട്ട് അങ്ങനെയുള്ള ഒരു കാഴ്ച കാണുന്നത്. വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് കാണുന്നത്. അങ്ങനെ നമ്മൾ ഭഗവാനെ ഇങ്ങനെ നോക്കുമ്പോൾ പിന്നെ അതിൻ്റെ മുകളിൽ വിധാനമായിട്ട് 2-3 തുളസിമാല ഉണ്ട്, ഒരു താമരമാല ഉണ്ട്, മുകളിൽ ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട്. അതേപോലെ 2 ഉണ്ടമാലകളുണ്ട്. ഉണ്ടമാലകൾ എന്ന് പറഞ്ഞാൽ വെളുത്ത പൂവും തുളസിയും തെച്ചിയായിട്ടുള്ള അതേപോലെ തന്നെ ഏകദേശം 2 ഒരേമാതിരി നല്ല കട്ടിയിലുള്ള മാലയാണ്. അങ്ങനെയാണ് കാഴ്ച ഇന്നത്തെ ഭഗവാന്റെ ശ്രീലകത്തെ കാഴ്ച. അപ്പോൾ എല്ലാവരും ആ ഭഗവാന്റെ ശ്രീലകത്തെ കളഭാലങ്കാരം കണ്ട് തൊഴുതോളും. നമ്മൾ സോപാനപ്പടിയിൽ നിന്ന് തൊഴുകയാണെന്നിങ്ങനെ മനസ്സുകൊണ്ട് സങ്കല്പിക്കുക. എന്നിട്ട് പ്രാർത്ഥിക്കുക. ഭഗവാനെ പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ ആ അനുഗ്രഹം നമ്മളിലേക്ക് എത്തും. അങ്ങനെ നമ്മൾ നോക്കിയിട്ട് അവിടുന്ന് സോപാനപ്പടിയിൽ നിന്ന് തൊഴുതിറങ്ങിയ നേരെ നമ്മൾ കാണുന്നത് ആദ്യം കാണുന്ന ബലിക്കല്ല് നോക്കി, അഗ്നികോണിലുള്ള ബലിക്കല്ല് നോക്കി തൊഴുത്, അതേപോലെ തിടപ്പള്ളി നോക്കി തൊഴാം. പിന്നെ കുറച്ചിങ്ങോട്ട് തിരിഞ്ഞ് നിന്നാൽ നമ്മുടെ ആദ്യം വലിയ ഭണ്ഡാരത്തിൻ്റെ മുകളിലുള്ള ആ കോർണറിൽ നമ്മുടെ ആലിലക്കണ്ണൻ അത് വരച്ചിട്ടുണ്ട്. അത് നോക്കി തൊഴാം. പിന്നെ സപ്തമാതാക്കളെ കണ്ട് തൊഴാം.
പിന്നെ വിഘ്നേശ്വരനെ കണ്ടു തൊഴാം. വിഘ്നേശ്വരൻ്റെ അടുത്തേക്ക് വരുമ്പോഴൊക്കെ തിരക്കുണ്ട് കേട്ടോ. ഇന്നും വിഘ്നേശ്വരനും വളരെ മനോഹരമായിട്ടാണ് ഇരിക്കുന്നത്. ചന്ദനം കൊണ്ട് ഇങ്ങനെ എന്തൊരു രസമായിട്ടാണ് ചിട്ട ചാർത്തിയിട്ടുള്ളത്. ആ കൊമ്പും തുമ്പിക്കൈയും ശരിക്കും ഇങ്ങനെ എടുത്ത് വെക്കുന്ന മാതിരിയാണ് കാണുന്നത്. വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ച. പിന്നെ ധാരാളം പൂക്കളും ഉണ്ട്, ഒരുപാട് പൂക്കൾ. അർച്ചനകളൊക്കെ ഇഷ്ടം പോലെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വിഘ്നേശ്വരനെ കണ്ട് പ്രാർത്ഥിക്കുക, എല്ലാവരും പ്രാർത്ഥിച്ചോളൂ കേട്ടോ. ഏകദന്തം മഹാകായം ദപ്തകാഞ്ചന സന്നിപം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി ദേവീനെ നോക്കുക. സരസ്വതി അറയിൽ വിളക്ക് കത്തി നിൽക്കുന്നുണ്ട്. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അങ്ങനെ കണ്ട് തൊഴുത് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് കോർണറിലെത്തിയാൽ ചെറിയ ഗണേശനെ കാണാം. പിന്നെ മത്സ്യം, കൂർമ്മ, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കണ്ട് തൊഴുത് മേൽശാന്തിയുടെ അവിടുന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങാം. അർച്ചനയൊക്കെ ചെയ്ത ആൾക്കാർ അവിടെ കൊണ്ടുവന്ന് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് പ്രസാദം തരും. അപ്പോൾ അതൊക്കെ വാങ്ങാം. അങ്ങനെ നമ്മൾ ഇന്നത്തെ ഉച്ചപൂജ ഉണ്ടായിരുന്ന മേൽശാന്തി തന്നെയാണ് കാപ്രമാരാത്ത അച്യുത നമ്പൂതിരിപ്പാട്. അത് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ വാമനരൂപവും ഗജേന്ദ്രമോക്ഷത്തിൻ്റെ രൂപവും ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവിനെയൊക്കെ കണ്ട് തൊഴുത് അനന്തപത്മനാഭസ്വാമിയെ കണ്ടു തൊഴാം. അനന്തപത്മനാഭസ്വാമിയെ കണ്ട് തൊഴുത് അവിടെ നോക്കുമ്പോൾ അവിടെയും ധാരാളം മാലകളാണ്, താമരമാലയൊക്കെ നിറച്ചുണ്ട്. അങ്ങനെ അവിടെ കണ്ട് തൊഴാം. അവിടെ തൊഴുതതിന് ശേഷം നേരെ പുറകുവശത്തേക്ക് ഇങ്ങനെ വരുമ്പോൾ പുറകുവശത്തെ ശ്രീകോവിലിൻ്റെ പുറകുവശത്ത് വന്നിട്ട് സാഷ്ടാംഗം നമസ്കരിക്കുക. ആ നമസ്കാരമൊക്കെ കഴിഞ്ഞ് വീണ്ടും നമ്മൾ ദശാവതാര വിഗ്രഹങ്ങളൊക്കെ കണ്ടു തൊഴാം. അതിന് ശേഷം അങ്ങനെ വരുമ്പോൾ കൃഷ്ണനെ കാണാം. അതേപോലെ നമ്മൾ കാണാനുള്ളത് മുരുകൻ്റെ അവിടെ ധാരാളം ഭസ്മം അങ്ങനെ അഭിഷേകം ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ മാലകളും ഉണ്ട് കേട്ടോ. അതും കഴിഞ്ഞാൽ ഇനി നമ്മൾ കാണുന്നത് ഹനുമാൻ സ്വാമിയാണ്. ഹനുമാൻ സ്വാമിയുടെ അവിടെ നിന്ന് വെറ്റിലമാലയും കുങ്കുമമൊക്കെ ധാരാളമുണ്ട്. അപ്പോൾ നമുക്ക് കുങ്കുമമൊക്കെ തൊട്ടിട്ട് ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കാം കേട്ടോ. എല്ലാവരും പ്രാർത്ഥിച്ചോളൂ. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂതമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം അരോഗത അജാഡ്യം ന വാക്പടുത്തം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. ഹനുമാൻ സ്വാമിയെ കണ്ട് പ്രാർത്ഥിച്ച് ആ രാധാകൃഷ്ണ വിഗ്രഹവും അതേപോലെ ആ കാളിയമർദ്ദന രൂപവും വെണ്ണക്കണ്ണൻ്റെ രൂപമൊക്കെ കണ്ട് അങ്ങനെ നമ്മൾ ഓവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കുകയാണ്. അതിനുശേഷം ആ താമരക്കണ്ണനെ കൽപ്പകവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന താമരക്കണ്ണനെ കണ്ട് തൊഴുത് നമ്മൾ കിഴക്കോട്ട് തിരിഞ്ഞിട്ട് മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ നമ്മുടെ കൊടിമരം കാണാം, പൊന്നിൻ്റെ കൊടിമരം. അങ്ങനെ കണ്ട് പ്രാർത്ഥിക്കാം. അതിനുശേഷം നമ്മൾ മണിക്കിണർ നോക്കി തൊഴാം. അതേപോലെ നൃത്താറയിലേക്ക് നോക്കി തൊഴുത് ആ കുറൂരമ്മേനെ നാരദരെയൊക്കെ കണ്ട് തൊഴുത് വടക്കേ നടയിൽ കൂടെ പുറത്തേക്ക് വരാം. അങ്ങനെ വന്ന് നമ്മൾ പ്രസാദ കൗണ്ടറിൽ നിന്ന് ചന്ദനവും തീർത്തൊക്കെ വാങ്ങാം. പിന്നീട് നമ്മൾ വരുമ്പോൾ എടത്തരികത്തുകാവിലെ ഭഗവതിയെ കാണാനായിട്ട് പോവാം. അവിടെ വന്ന് ഭഗവതിയെ കാണാൻ നല്ല തിരക്കാണ്. എന്നാലും അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ നമ്മൾ വന്നു കഴിഞ്ഞാൽ ഭഗവതിയെ കാണാൻ സുഖമായിട്ട് കാണാം. ആ ഭഗവതിക്ക് ഇന്നിപ്പോൾ രൂപങ്ങളിങ്ങനെ ആയി വരണു. അതായത് കണ്ണൊക്കെ നന്നായിട്ട് നല്ല വിസ്തരിച്ച് കണ്ണെഴുതിയിട്ടുണ്ട്. അതേപോലെ കരി ഇങ്ങനെ കാണാണ്ട് കണ്ണെഴുതിയത് ഇങ്ങനെ വളരെ സൗന്ദര്യവതിയായിട്ടാണ്. നല്ല വലിയൊരു വട്ടപ്പൊട്ട്, അതേ മുഖത്തൊക്കെ ഇങ്ങനെ ചന്ദന ചാർത്തായിട്ട് ഇങ്ങനെ നന്നായിട്ടുണ്ട്. നല്ല രസമായിട്ടാണ് അലങ്കാരം കേട്ടോ. കഴുത്തിലൊക്കെ നല്ല സ്വർണത്തിൻ്റെ മാലകളുണ്ട്. വലിയ പാലക്കമാല പോലത്തെ മാല ഉണ്ട്, കാശിമാല ഉണ്ട്. പിന്നെ കൈവളകളൊക്കെ ഉള്ള മാതിരി ഇങ്ങനെ കാണാണ്ട് കേട്ടോ. നല്ല രസമായിട്ട് ആണ്. പിന്നെ ധാരാളം തെച്ചിപ്പൂവും തുളസിപ്പൂവൊക്കെ ആയിട്ട് ചുവന്ന പൂക്കളാണ് ധാരാളം ഉള്ളത്. അങ്ങനെ കാണാനുണ്ട് അമ്മേനെ. അപ്പം അമ്മയെ കണ്ട് തൊഴുതോളൂ, പ്രാർത്ഥിക്കുക. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ. അങ്ങനെ അമ്മയെ കണ്ട് തൊഴുത് വരുമ്പോൾ കോർണറിലെത്തിയാൽ മമ്മിയൂരപ്പനെ പ്രാർത്ഥിക്കുക. നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ചൊല്ലിയിട്ട് മമ്മിയൂർ പോയി ദർശനം നടത്തുന്ന പോലെ നമ്മൾ പ്രാർത്ഥിക്കുക. അപ്പോൾ അവിടെ പോയി ദർശനം കിട്ടിയ പ്രതീതിയാവും.
പിന്നീട് നമ്മളിങ്ങനെ വരുമ്പോൾ കൊടിമരത്തിൻ്റെ അവിടെ നിന്നിട്ട് ഒരിക്കൽ കൂടി നമുക്ക് ആ വെണ്ണക്കണ്ണനെ ഒന്നുകൂടി നമ്മുടെ കുസൃതി കണ്ണനെ ഒന്നുകൂടി കണ്ട് തൊഴാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. അപ്പോൾ തൊഴുമ്പോൾ ഒന്ന് നമസ്കരിക്കുക. പിന്നെ നമ്മൾ നേരെ കൂത്തമ്പലത്തിൽ വന്നിട്ട് അവിടെ അവിടെ ആ കിടാവിളക്ക് ഇങ്ങനെ കത്തി നിൽക്കുന്നുണ്ട്, അവിടേക്ക് നോക്കിയിട്ട് പ്രാർത്ഥിക്കുക, നമസ്കരിക്കുക. പിന്നെ അയ്യപ്പസ്വാമിയുടെ അടുത്തേക്ക് വരിക. അയ്യപ്പസ്വാമിയുടെ അടുത്ത് വന്നിട്ട് കണ്ട് പ്രാർത്ഥിക്കുക. അവിടെ നിന്ന് കിരീടമൊക്കെ വെച്ചിട്ടുണ്ട്, 2 തട്ടുള്ള കിരീടമുണ്ട്. പിന്നെ അതേപോലെ നല്ല കളഭം കൊണ്ട് അലങ്കാരമായിട്ടില്ല. പിന്നെ വലിയ ചെവിപ്പൂക്കൾ കാണാണ്ട് വലിയ ഗോപി കുറിയുണ്ട്. അതേപോലെ വലിയ കാശിമാല വലിയ അങ്ങനത്തെ അതുണ്ട്. പിന്നെ ധാരാളം പൂക്കളുണ്ട്, പാവ കൊണ്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ആയിട്ടുള്ളൂ. അപ്പോൾ കാണാനുണ്ട്. അപ്പോൾ എല്ലാവരും കണ്ടോളൂ, പ്രാർത്ഥിച്ചോളൂ. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹോ ശാസ്തേ സ്തുഭ്യം നമോ നമ. അങ്ങനെ കണ്ട് തൊഴുത് നമ്മൾ പ്രദക്ഷിണമായി വന്ന് ആ പടിഞ്ഞാറ നടയിലുള്ള വേണുഗോപാലിനെ, ദീപസ്തംഭത്തിൻ്റെ മുകളിലുള്ള വേണുഗോപാലിനെ കണ്ട് തൊഴാം. അതിന് ശേഷം കൊടിമരത്തിൻ്റെ മുകളിലേക്ക് നോക്കിയാൽ ആ ഗരുഡധ്വജനെയും കണ്ട് തൊഴുത് നമ്മളങ്ങനെ ഇറങ്ങുക. പടിഞ്ഞാറ നടയിൽ കൂടെ പുറത്തേക്ക് വരിക. പുറത്തേക്ക് വന്നതിന് ശേഷം ആ രുദ്രതീർത്ഥക്കുളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ പ്രദക്ഷിണം ചെയ്യാൻ നോക്കുമ്പോൾ ആ നടുക്കുള്ള കാളിയമർദ്ദന രൂപം കാണാം. അങ്ങനെ അത് കണ്ട് പിന്നെ അങ്ങനെ വരുമ്പോൾ കുറൂരമ്മ, അതായത് ലക്ഷ്മി ഹാളിൻ്റെ അധീനം അങ്ങനെ വരുമ്പോൾ നാരായണാലയത്തിലൊന്ന് കയറുക. അവിടെ കയറിയാൽ ആ പൂന്താനം തിരുമേനി പൂജിച്ചിരുന്ന വിഗ്രഹം കാണാം. അപ്പോൾ അതൊക്കെ കണ്ട് തൊഴാം. പിന്നെ ധാരാളം ഭക്തജനങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കാം. അതൊക്കെ കണ്ട് അവിടുന്ന് നമ്മളിങ്ങനെ വരുമ്പോൾ ഭഗവതിയുടെ അവിടെ വീണ്ടും വന്ന് ഒന്നുകൂടി പ്രണമിക്കുന്നു. അതിനുശേഷം നേരെ വന്ന് ദീപസ്തംഭത്തിൻ്റെ വലിയ ദീപസ്തംഭത്തിൻ്റെ അടുത്ത് വന്നിട്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ നമുക്കൊന്നും കൂടി ആ വെളിച്ചം ഇങ്ങനെ കാണാൻ കഴിയും. അതിനുശേഷം നമ്മളിങ്ങനെ തെക്കേ നടയിലുള്ള കൂവളമരത്തെ പ്രദക്ഷിണം വയ്ക്കാനായിട്ട് ഇങ്ങനെ പോവാം. അങ്ങനെ പോയിട്ട് ആ പ്രദക്ഷിണം വയ്ക്കുമ്പോൾ മഹാദേവനെയും പാർവതീദേവിനെയൊക്കെ കാണുക, പ്രാർത്ഥിക്കുക, മനസ്സിലിങ്ങനെ കണ്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ നമ്മൾ ഇന്നത്തെയും ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കണ്ടു തൊഴുതു. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ഇനി നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നന്ദകിഷോറിൻ്റെ മകൾക്ക് പഠന മികവിനാണ്, പഠിച്ചതൊക്കെ ഓർമ്മയിൽ നിൽക്കാനും സിവിൽ സർവീസിൻ്റെ പഠനത്തിന് വേണ്ടിയിട്ടുള്ള ഭഗവാന്റെ കാരുണ്യം എപ്പോഴും ഉണ്ടാവണം എന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട്, അതേപോലെ അനിതയുടെ രോഗശാന്തിക്ക് വേണ്ടിയിട്ട്, വസന്തയുടെ വിഷമം മാറാൻ വേണ്ടിയിട്ട്, ശ്രീരേഷ്മയുടെ അതേപോലെ വിഷമം മാറാൻ വേണ്ടിയിട്ട്, രഞ്ജിത്ത് കുമാർ പൂരാടം ജോലിയിലെ ടെൻഷൻ മാറാൻ വേണ്ടിയിട്ട്, അതുപോലെ നമ്മുടെ കൂടെ ഉള്ള എല്ലാവർക്കും അവരവരുടെ പ്രശ്നങ്ങളൊക്കെ മാറി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഏവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. ഇനി നമുക്ക് ചെറിയൊരു കഥ പറയാം. നമ്മളെന്ന് പറയുന്നത് ശനീശ്വരൻ്റെയും എള്ളിൻ്റെയും കൂടി ഉള്ള ഒരു ഐതിഹ്യ കഥയാണ്. സൂര്യദേവനും അദ്ദേഹത്തിൻ്റെ ഭാര്യ ഛായാദേവിക്കും ജനിച്ച പുത്രനാണ് ശനി. അതൊക്കെ അറിയാലോ. എന്നാൽ ഈ പുത്രനെ അംഗീകരിക്കാൻ സൂര്യൻ തയ്യാറായില്ല. പിതാവിനാൽ അവഗണിക്കപ്പെട്ട ശനി സൂര്യലോകം ഉപേക്ഷിച്ച് യാത്ര തുടങ്ങി. ഈ ദുഃഖം മനസ്സിലാക്കിയ മുത്തച്ഛനായ വിശ്വകർമാവ് മഹാദേവനിൽ അഭയം തേടാൻ ശനിയെ ഉപദേശിച്ചു. ഗുരുവിൻ്റെ വാക്കുകൾ ശിരസാ വഹിച്ച ശനി ഭഗവാൻ മഹാദേവൻ്റെ കാലഭൈരവ രൂപത്തെ ധ്യാനിച്ച് കഠിനമായ തപസ് ആരംഭിച്ചു. ശനി തപസ് ചെയ്യുന്ന വിവരം നാരദമുനിയിലൂടെ സൂര്യദേവൻ അറിഞ്ഞു. തന്നേക്കാൾ വലിയൊരു സ്ഥാനം നേടാനായി ശനി ശ്രമിക്കുന്നു എന്നറിഞ്ഞ സൂര്യൻ ശനിയുടെ തപസ് മുടക്കാൻ തീരുമാനിച്ചു. അതിനാൽ സൂര്യൻ തൻ്റെ ചൂട് വർദ്ധിപ്പിച്ചു. തീവ്രമായ ചൂടിൽ ശനിയുടെ ശരീരത്തിൽ നിന്ന് വിയർപ്പ് തുള്ളികൾ ഭൂമിയിൽ പതിച്ചു. ഈ വെളുത്ത വിയർപ്പ് തുള്ളികൾ നിന്ന് വെളുത്ത എള്ള് മുളമുട്ടി. എന്നിട്ടും ആ തപസ്സിൽ നിന്ന് പിന്മാറാൻ ശനി തയ്യാറായില്ല. കോപിഷ്ഠനായ സൂര്യൻ തൻ്റെ ചൂട് ഇനിയും വർദ്ധിപ്പിച്ചു. അപ്പോൾ ശനിയുടെ ശരീരത്തിൽ നിന്നും നിറം തന്നെ കറുത്തതായി. അദ്ദേഹത്തിൻ്റെ കറുത്ത വിയർപ്പ് തുള്ളികൾ ഭൂമിയിൽ വീണു. അതിൽ നിന്ന് കറുത്ത എള്ളുണ്ടായി. ശനിയെ അനുഗ്രഹിച്ച് മഹാദേവൻ കാലഭൈരവ രൂപത്തിലും ആദിശക്തി ദക്ഷിണ മഹാകാളി രൂപത്തിലും പ്രത്യക്ഷപ്പെട്ടു.
മഹാകാളി സർവ്വവിദ്യകളും നൽകിയിട്ട് അനുഗ്രഹിച്ചപ്പോൾ മഹാദേവൻ ശനിക്ക് ഈശ്വര പദവിയും ഗ്രഹപദവിയും നൽകി. ജ്യോതിഷത്തിൽ ഈശ്വര പദവിയുള്ള ഒരേ ഒരു ഗ്രഹമാണ് ശനി. അതുകൊണ്ടാണ് ശനി പ്രീതിക്കായിട്ട് എള്ളെണ്ണ കൊണ്ട് ദീപം തെളിയിക്കാനൊക്കെ ആചാര്യന്മാർ ഉപദേശിക്കുന്നത്. ലോകത്തിലെ വെച്ചിട്ട് ഏറ്റവും വലിയ ശനി ക്ഷേത്രമുള്ളത് ഡൽഹിയിലെ അസോലയ്ക്ക് സമീപമുള്ള ശനിധാം ക്ഷേത്രത്തിലാണ് ഏറ്റവും വലിയ ശനിയുള്ള വിഗ്രഹമുള്ളത്. ശനിദോഷം തീർക്കാനൊക്കെ ആയിട്ട് നമ്മൾ അയ്യപ്പന് വഴിപാട് ചെയ്യുന്നു, അങ്ങനെയൊക്കെ ഉള്ളതാണല്ലോ. അപ്പോഴും എള്ളുതിരികൾ കത്തിക്കാൻ, അപ്പോൾ ഏറ്റവും ശനിക്ക് പ്രിയപ്പെട്ടതും ഒക്കെ ആയത് എള്ളാണ്. അപ്പം അങ്ങനെ ഒരു ഐതിഹ്യ കഥ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം.